മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മെയ് മാസം 17 നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിനേഷന് 53/25 ക്വസ്റ്റ്യൻ പേപ്പർ കോഡിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് മാത്തമാറ്റിക്സ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് പാർട്ടിന് ചോദിച്ച ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നോക്കാണ്ട് പോകുന്നത്. 10 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. 10 ചോദ്യങ്ങളുടെ ആൻസർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തേത് 1 + 2 3 + 5 + etc. till n പദങ്ങൾ ഡിവൈഡ് ബൈ 1 + 2 + 3 till n പദങ്ങൾ 12/7 ആയാൽ എന്നിന്റെ വാല്യൂ എന്താണ്? സോ ഒന്നാമത് തന്നിരിക്കുന്നത് എന്താണ്? 1 + 3 + 5 till n പദങ്ങൾ എന്ന് പറഞ്ഞാൽ 1, 3, 5 till n. ഇതെന്താണ്? ഒന്നിൽ ആരംഭിക്കുന്ന രണ്ട് കോമൺ ഡിഫറൻസ് ആയിട്ട് വരുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പൊ അതിന്റെ സം എന്ന് പറയുന്നത് എന്ത് വരും? സം ഓഫ് n ടേംസ് വിൽ ബി ഈക്വൽ ടു n/2 × 2a. 2a എന്ന് പറയുമ്പോൾ എയുടെ വാല്യൂ 1 ആണ്. സോ എന്ത് കിട്ടും? 2 + n-1 ഇൻറ്റു ഇവിടെ ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. ഇക്വേഷൻ എന്ന് പറയുന്നത് Sn = n/2 × 2a + n-1 × dr. 2a + n-1 × dr. സോ ഇതാണ് രണ്ടാമത്തെ സീക്വൻസ്. നോക്കി, രണ്ടാമത്തെ സീക്വൻസ് എന്താ? 1, 2, 3. ഇത് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആകുമ്പോൾ n × n+1/2 ആ ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അല്ല, ഇതിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ സം ഓഫ് n ടേംസ് Sn2 എന്ന് പറയുന്നത് n/2 × 2a. അപ്പൊ 2 × 1 + 2 + n-1 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് 1 ആണ്, +1. സോ രണ്ട് ഇക്വേഷൻ കിട്ടി. രണ്ടിനെ കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 12/7 കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? n/2 × 2 + ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 2n-2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് 2n-2. ഇവിടെയാണെങ്കിൽ n/2 × 2 + n-1 2 + n-1 എന്ന് കിട്ടും. ക്ലിയറാ? ഇതിനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ എന്ത് കിട്ടും? n/2 × 2 2 ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്തുണ്ട്? ബാക്കി നമുക്കൊരു 2n മാത്രമുണ്ട്. ഇവിടെ എന്ത് കിട്ടും? n/2 × 2 - 1 is 1, that is n+1 എന്ന് കിട്ടും. n × n+1/2 എന്ന് കിട്ടും. സോ ഇവ തമ്മിലുള്ള റേഷ്യോ 12/7 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? n/2 × 2n ഡിവൈഡഡ് ബൈ n/2 × n+1 ഈക്വൽ ടു 12/7 എന്ന് എഴുതാനായിട്ട് പറ്റും. n/2 വെട്ടിപ്പോയി. ബാക്കി എന്തുണ്ട്? ബാക്കി നമുക്ക് 2n ഡിവൈഡഡ് ബൈ n+1 ഈക്വൽ ടു 12/7. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 7 × 2n എന്ന് പറയുമ്പോൾ 14n ഈക്വൽ ടു 12 × n+1. 12 × n+1 എന്ന് പറയുമ്പോൾ 12n + 12. കറക്റ്റാ? 12n + 12. എന്നിന് ഇപ്പുറത്തേക്ക് എടുത്താൽ 14n - 12n ഈക്വൽ ടു 12. അതായത് 2n ഈക്വൽ ടു 12. സോ n ഈസ് ഈക്വൽ ടു 6. നമ്പർ ഓഫ് ടേംസ് എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6. ഓപ്ഷൻ ബി ആയിരിക്കും. അടുത്ത ചോദ്യം, ഒരാൾ ഒരു ഡസൻ ബാഗുകൾ 4920 രൂപയ്ക്ക് വിറ്റപ്പോൾ 18% നഷ്ടമുണ്ടായി. 15% ലാഭം ലഭിക്കണമെങ്കിൽ ഓരോ ബാഗും എത്ര രൂപയ്ക്ക് വിൽക്കണം? സോ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഒരു ഡസൻ ബാഗുകളുടെ കോസ്റ്റ് പ്രൈസ് CP ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്താൽ അതിനെ 4920 രൂപയ്ക്ക് വിട്ട് 18% നഷ്ടം. അതായത് കോസ്റ്റ് പ്രൈസിനേക്കാൾ 18% കുറവ്. സോ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 18% കുറവെന്ന് പറയുമ്പോൾ 82/100 ഈക്വൽ ടു 4920 എന്ന് കിട്ടും. 82 × 6 ആണ് 492. സോ ഇതിനെ ക്യാൻസൽ ചെയ്ത് നമുക്ക് ഇവിടെ 60 കിട്ടും. സോ കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു 6000 രൂപ എന്ന് കിട്ടും. കാരണം 100 അപ്പുറത്തിലും 6000 രൂപ എന്ന് കിട്ടും. അത് എത്ര ബാഗുകളുടെ വിലയാ? ഒരു ഡസൻ ബാഗുകളുടെ വില. ഒരു ഡസൻ എന്ന് പറയുമ്പോൾ 12. അപ്പൊ ഒരു ബാഗിന്റെ വില എന്ന് പറയുന്നത് 6000 ഡിവൈഡ് ബൈ 12 500 രൂപയായിരിക്കും. 500 രൂപയായിരിക്കും ഒരു ബാഗിന്റെ വില എന്ന് പറയുന്നത്. 15% ലാഭം അയാൾക്ക് കിട്ടണമെങ്കിൽ ഓരോ ബാഗും എത്ര രൂപയ്ക്ക് വിൽക്കണം? ടോട്ടൽ ലാഭം 15% കിട്ടണമെങ്കിൽ ഓരോ ബാഗിലും എന്ത് തന്നെ കിട്ടണം? 15% തന്നെ കിട്ടണം. അപ്പൊ ഈ 500 രൂപയ്ക്ക് 15% ലാഭം എന്ന് പറയുമ്പോൾ 500 × 15% ലാഭം. അപ്പൊ 100 + 15 115 ഡിവൈഡ് ബൈ 100 എന്ന് വരും. സോ ഈ 20 ക്യാൻസൽ ആയിപ്പോയി. 115 × 5 115 × 5 എന്ന് പറയുമ്പോൾ 575 രൂപ. അപ്പൊ എത്ര രൂപയ്ക്ക് വിൽക്കണം? 575 രൂപയ്ക്ക് വിൽക്കണം. അപ്പൊ 575 രൂപയ്ക്ക് ഓരോ ബാഗും വിൽക്കുവാണെങ്കിൽ 15% ലാഭം വെച്ച് കിട്ടും. സോ അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എന്ത് വരും? ഓപ്ഷൻ എ 575. അടുത്ത ചോദ്യം, 10⁻x × 4 ഡിവൈഡ് ബൈ 5⁻x ഈക്വൽ 2�8 എങ്കിൽ എക്സിന്റെ വില എന്ത്? തന്നിരിക്കുന്നത് എന്താണ്? 10⁻x × 4 ഡിവൈഡഡ് ബൈ 5⁻x. ഇതിനെ നമുക്ക് ആദ്യം ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 10 എന്ന് പറഞ്ഞാൽ എന്താ? 2 × 5. അപ്പൊ നമുക്ക് ഇതിന് എന്ത് എഴുതാം? 2 × 5 ഹോൾ റൈസ് ടു x × 4 ഡിവൈഡ് ബൈ 5⁻x എന്ന് എഴുതാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ എന്ത് കിട്ടും? 2⁻x × 5⁻x
ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 5 റേസ് ടു എക്സ്. ഈ 5 റേസ് ടു എക്സും 5 റേസ് ടു എക്സും ക്യാൻസൽ ആയി പോയി. ബാക്കി എന്തുണ്ട്? 2 റേസ് ടു എക്സ് ഇൻറ്റു 4. 2 റേസ് ടു എക്സ് ഇൻറ്റു 4. 4ന് പകരം എന്ത് എഴുതാം? 2 സ്ക്വയർ എന്ന് എഴുതാം. ഈക്വൽ ടു എ റേസ് ടു എക്സ് ഇൻറ്റു എ റേസ് ടു വൈ. എ റേസ് ടു എക്സ് പ്ലസ് വൈ, ദാറ്റ് ഈസ് 2 റേസ് ടു എക്സ് പ്ലസ് 2 ഈക്വൽ ടു വാട്ട്? നമുക്ക് ഓൾറെഡി 2 റേസ് ടു 8 ആണ് തന്നിട്ടുണ്ട്. അതായത് എക്സ് പ്ലസ് 2 ഈക്വൽ ടു 8, ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 8 മൈനസ് 2 ഈക്വൽ ടു 6. ഓപ്ഷൻ ഡി 6 ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, രാജുവിന് ഒരു പരീക്ഷയ്ക്ക് 455 മാർക്ക് കിട്ടി. ഇത് മാർക്കിന്റെ 90% ആകെ മാർക്ക് എത്ര? അതായത് ടോട്ടൽ മാർക്കിന്റെ 91% 455 എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ മാർക്കിനെ എക്സ് ആയിട്ട് അസ്യൂം ചെയ്താൽ എക്സ് ഇൻറ്റു 91/100 ഈക്വൽ ടു 455. സോ 91 ഇൻറ്റു 5 ആണ് 455. രണ്ടുകൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇവിടെ 5 കിട്ടും. ഫോർ എക്സ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 100, 500 എന്ന് വരും. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, സമാന്തരികം എ ബി സി ഡിയിൽ എ ബി എ ഡി എന്നീ വശങ്ങളിലേക്കുള്ള ലംബകങ്ങൾ യഥാക്രമം 5 സെന്റിമീറ്ററും 20 സെന്റിമീറ്ററുമാണ്. സമാന്തരികത്തിന്റെ വിസ്തീർണം 160 സെന്റിമീറ്റർ സ്ക്വയർ ആയാൽ അതിന്റെ ചുറ്റളവ് എത്ര? സോ നമുക്ക് തന്നിരിക്കുന്ന ഒരു പാരലലോഗ്രാം എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ക്ലിയർ ആയിട്ട് വരയ്ക്കാം. സൂത്രയുടെ ക്ലിയർ ആയിട്ട് ഒരു പാരലലോഗ്രാം വരച്ചാൽ തന്നിരിക്കുന്ന പാരലലോഗ്രാം എ ബി സി ഡി. സോ ഒരു പാരലലോഗ്രാം തന്നിരിക്കുന്നു എ ബി സി ഡി. അതിന് നമ്മൾ എ ബി സി ഡി എന്ന് പേര് കൊടുത്തു, എ ബി സി ഡി. ദെൻ പറഞ്ഞിരിക്കുന്നത് എ ബി എന്ന് വശത്തേക്ക് വരച്ചിരിക്കുന്ന ലംബകം, എ ബി എന്ന് വശത്തേക്ക് വരച്ചിരിക്കുന്ന ലംബകത്തിന്റെ നീളം 5 ആണ്. ഓക്കെ, അപ്പോൾ ഒരു സൈഡിന്റെ ലെന്ത് പാരലോഗ്രാമിന്റെ നമ്മൾ എ ആയിട്ടും മറ്റേ വശത്തിന്റെ നീളം നമ്മൾ ബി ആയിട്ടും വരച്ചാൽ ബി എന്ന് പറയുന്ന സൈഡിലേക്ക് വരച്ചിരിക്കുന്ന ലംബകത്തിന്റെ നീളം എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്, ലംബകം മീൻസ് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് 20 സെന്റിമീറ്റർ. സോ ദിസ് ഇസ് ദ പെർപെൻഡിക്കുലർ, 20 സെന്റിമീറ്റർ ആണ്. സോ ബേസിക്കലി ഒരു സമാന്തരികത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പൊ നമ്മൾ ബേസിനെ എ ആയിട്ട് എടുത്താൽ അപ്പോൾ കറസ്പോണ്ടിങ് ഹൈറ്റ് എത്രയാണ്? 5 ആണ്. എ ഇൻറ്റു 5 എന്ന് പറയുന്ന വിസ്തീർണം 160 ആണ്. ഫോർ എ എന്ന് പറയുന്നത് 160 ഡിവൈഡ് ബൈ 5 32 ആയിരിക്കും. അതേപോലെ ബേസ് എന്ന് പറയുന്നത് നമ്മൾ ബി ആയിട്ട് എടുത്താൽ, ബേസ് ആയിട്ട് ബി ആയിട്ട് എടുത്താൽ ഹൈറ്റ് 20 ആണ്. ബി ഇൻറ്റു 20 ഈക്വൽ ടു 160 എന്ന് കിട്ടും. അതായത് ബി ഈക്വൽ ടു 160 ഡിവൈഡ് ബൈ 20 8 എന്ന് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ എയുടെ നീളം എത്ര വന്നു? എയുടെ നീളം എന്ന് പറയുന്നത് 32 വന്നു. ബി എന്ന് പറയുന്നത് 8 വന്നു. ഇത് 8 ആണ്. ഓപ്പോസിറ്റ് സൈഡ് ഇത് 8 ആയിരിക്കും, ഇത് 32 ആയിരിക്കും. അങ്ങനെയാണ് ചുറ്റളവ് എന്ന് പറയുന്നത് ആകെയുള്ള അളവാണ്. സോ 32 പ്ലസ് 8 40, 32 പ്ലസ് 8 40, 40 പ്ലസ് 40 80. ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. 8, 27, 64, 100, 125, 216, 313. 8 എന്ന് പറയുന്നത് 2ന്റെ ക്യൂബാണ്. 27 എന്ന് പറയുന്ന 3ന്റെ ക്യൂബാണ്. 64 എന്ന് പറയുന്ന 4ന്റെ ക്യൂബാണ്. 125 എന്ന് പറയുന്നത് 5ന്റെ ക്യൂബാണ്. 216 എന്ന് പറയുന്നത് 6ന്റെ ക്യൂബാണ്. ദെൻ 343 എന്ന് പറയുന്നത് 7ന്റെ ക്യൂബാണ്. 100 എന്ന് പറയുന്ന 10ന്റെ സ്ക്വയർ മാത്രമാണ്. സോ തന്നിരിക്കുന്ന ഓഡ് 1 എന്ന് പറയുന്ന 10ന്റെ സ്ക്വയർ അഥവാ ഓപ്ഷൻ ബി 100 ആയിരിക്കും. അടുത്ത ചോദ്യം, 2018 ജനുവരി 1 തിങ്കളായാൽ 2022 ജനുവരി 1 ഏത് ദിവസമാകും? സോ 2018 ജനുവരി 1 മുതൽ 2019 ജനുവരി 1 വരെ മൊത്തം 365 ദിവസമുണ്ട്. ഈ 365നെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, കാരണം ഒരാഴ്ച റിപ്പീറ്റ് ചെയ്യുന്ന 7 ദിവസം 7 ഡിവൈഡ് ചെയ്താൽ 7 5 35, 7 2 14, സോറി നമ്മൾ 15 വെളിയിലേക്ക് 7 2 14. സോ റിമൈൻഡർ എന്ന് പറയുന്നത് 1 കിട്ടും. സോ ഈ കേസിനകത്ത് റിമൈൻഡർ 1 ആണ് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി 2019 ജനുവരി 1 മുതൽ 2020 ജനുവരി 1 വരെ വീണ്ടും 365 ദിവസം. സോ 1 റിമൈൻഡർ വരും. ദെൻ വരുന്നത് 2020 ജനുവരി 1 മുതൽ 2021 ജനുവരി 1 വരെ. ബേസിക്കലി ഇതൊരു ലീപ്പ് ഇയർ ആണ് 2020. അതുകൊണ്ട് 366 ദിവസം ഉണ്ടാവും. സോ റിമൈൻഡർ കിട്ടുന്നത് 2 ആയിരിക്കും. ദെൻ 2021 ജനുവരി 1 മുതൽ 2022 ജനുവരി 1 വരെ വീണ്ടും 365 ദിവസം. സോ എന്ത് കിട്ടും? നമുക്ക് കിട്ടുന്നത് റിമൈൻഡർ 1 ആയിരിക്കും. സോ മൊത്തം റിമൈൻഡർ കൂട്ടിയാൽ 3 3 2 5. സോ ടോട്ടൽ റിമൈൻഡർ എന്ന് പറയുന്നത് 5 ആയിരിക്കും. സോ അങ്ങനെ കിട്ടുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഡേറ്റിലെ ദിവസം തിങ്കളാണെങ്കിൽ അതിനോട് കൂടി 5 ദിവസത്തെ കൂട്ടുക. സോ തിങ്കളോട് കൂടി ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി.
അഞ്ചാമത്തെ ദിവസം എന്ന് പറയുന്നത് ശനിയായിരിക്കും. അതായത് 2022 ജനുവരി 1 എന്ന് പറയുന്നത് ഓപ്ഷൻ സി ശനി ആയിരിക്കും. അടുത്തത് വിട്ടുപോയ സംഖ്യ കണ്ടുപിടിക്കുക. 3, 7, 16, 35, 74. നമ്മൾ ഡിഫറൻസ് നോക്കിയാൽ ഇത് 4 കിട്ടും. സോ ഇവിടുന്ന് പിന്നെ 9, പിന്നെ 16 നിന്ന് 19. സോ വലിയ കണക്ഷൻസ് ഒന്നും ഇല്ല. സോ പക്ഷേ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്കിവിടെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന ഒരു ലോജിക് എന്ന് പറയുന്നത് 3നോട് കൂടി 3 into 2 plus 1 ആണ് 7. കറക്റ്റ്. 7നോട് കൂടി 7 into 2 14 plus 2 ആണ് 16. അതേപോലെ 16 into 2 32 plus 3 ആണ് 35. അതേപോലെ 35 into 2 plus 4 ആണ് 74. അങ്ങനെയാണെങ്കിൽ 74 into 2 പ്ലസ് എത്ര വരണം? 1, 2, 3, 4, 5 ഈക്വൽ ടു 74 2 എന്ന് പറയുമ്പോൾ 148. 148 പ്ലസ് 5 153. സോ ഓപ്ഷൻ എ 153 ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഇക്വേഷൻ അതേപടി എഴുതുക. 25, 5, 900, 90, 100. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്ലസ് എന്ന് പറയുന്നത് എന്താ? പ്ലസ് എന്നത് ഇൻറ്റു ആണ്. സോ പ്ലസിന് പകരം ഇൻറ്റു ഇടുക. ദെൻ ഡിവിഷൻ എന്താ പറഞ്ഞേക്കുന്നത്? ഡിവൈഡ് എന്ന് പറയുന്നത് പ്ലസ് ആണ്. സോ ഡിവൈഡ് എന്ന് പറയുന്നത് പ്ലസ് ആക്കുക. ദെൻ വി ഹാവ് മൈനസ്. മൈനസ് എന്ന് പറയുന്നത് എന്താ? ഡിവിഷൻ ആണ്. സോ മൈനസ് എന്ന ഡിവിഷൻ കൊടുക്കുക. ഇൻറ്റു എന്ന് പറയുന്നത് മൈനസ് ആണ്. സോ ഇൻറ്റു വന്നിരിക്കുന്നത് മൈനസ് കൊടുക്കുക. ദെൻ ഇവിടെ നമ്മൾ നോക്കിയേ, ബോർഡ് മാസ് റൂൾ ഉപയോഗിക്കണം. ബോർഡ് മാസ് റൂൾ അനുസരിച്ച് ആദ്യം ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. ഇവിടെ ഡിവിഷൻ ഉള്ളത് എവിടെയാണ്? 900 ഡിവൈഡഡ് ബൈ 90. അപ്പൊ എന്ത് കിട്ടും? 10 കിട്ടും. പിന്നെ അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ 25 into 5 125. സോ ബാക്കി എന്തുണ്ട്? 125 പ്ലസ് 10 മൈനസ് 100. 125 പ്ലസ് 10 135. 135 100 കുറച്ച 35. ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ക്യാറ്റ് എന്നത് 9 ഡിയർ എന്നത് 11 കോഡ് ചെയ്തിരിക്കുന്നു. എന്നാൽ ഈ കോഡ് ഭാഷയിൽ എലിഫന്റ് എന്നതിനെ എങ്ങനെ രേഖപ്പെടുത്താം? ക്യാറ്റ് എന്നത് 9, ഡിയർ എന്നത് 11. ക്യാറ്റ് എന്നതിനകത്ത് 3 അക്ഷരങ്ങളുണ്ട്. കറക്റ്റാ? ക്യാറ്റ് എന്നതിനകത്ത് 3 അക്ഷരങ്ങളാണ് നമുക്കുള്ളത്. കറക്റ്റ്. സോ 3 ലെറ്റർ. ക്യാറ്റ് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് 3 ലെറ്റേഴ്സ് ഉണ്ട്. കറക്റ്റാ? സോ ഡിയർ എന്ന് പറയുന്നതിനകത്ത് 9 ഉണ്ട്. സോ 3 ലെറ്റർ ഉള്ളതിന്റെ കോഡ് 9 എന്ന് പറയുമ്പോൾ 3നോട് കൂടി 6 കൂട്ടിയാൽ 9 കിട്ടും. ഇതേ ലോജിക്ക്. 4 ലെറ്റർ കോഡ്, ഡിയറിൽ 4 ലെറ്റർ ഉണ്ട്. 4നോട് കൂടി 7 കൂട്ടിയാൽ 11 കിട്ടും. അങ്ങനെയാണെങ്കിൽ 5 ലെറ്റർ കോഡ് ആണെങ്കിൽ 5 ലെറ്റർ കോഡോടെ 6, 7 ഇവിടെ 8 കൂട്ടിയാൽ 13 കിട്ടും. 6 ലെറ്റർ കോഡ് ആണെങ്കിൽ 6 ലെറ്റർ ഉണ്ടെങ്കിൽ അതിനോട് കൂടി 9 കൂട്ടിയാൽ 15 കിട്ടും. 7 ലെറ്റർ ഉണ്ടെങ്കിൽ അതിനോട് കൂടി 10 കൂട്ടിയാൽ 17 കിട്ടും. അടുത്തത് 8 ലെറ്റർ ഉള്ള വേർഡാണെങ്കിൽ അതിനോട് കൂടി 11 കൂട്ടിയാൽ 19 കിട്ടും. എലിഫന്റ് എടുത്താൽ 3, 3, 2, 5, 5, 2, 7. 3, 3, 2, 5, 5, 2, 3. ഐ മീൻ മിസ്റ്റേക്ക്. 3, 3, 3, 6, 6, 2, 8. 8 ലെറ്റർ കോഡാണ്. അതിനോട് കൂടി 11 കൂട്ടിയാൽ 19 കിട്ടും. സോ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് നമുക്കൊരു ആൻസർ ആണെന്ന് പറയാനായിട്ട് പറ്റും. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ക്യാറ്റ് എന്ന് പറയുന്നതിനകത്ത് എത്രയുണ്ട്? 3 ലെറ്റേഴ്സ് ഉണ്ട്. സോ അതിനോട് കൂടി 3 ഗുണം 2 പ്ലസ് 3 ഈക്വൽ ടു 9. 3, 2, 6, 6, 3, 9. ഡിയർ എന്ന് പറയുന്നതിനകത്ത് 4 ലെറ്റർ ഉണ്ട്. സോ 4 into 2 പ്ലസ് 3, 4, 2, 8, 8 പ്ലസ് 3 11. അങ്ങനെയാണെങ്കിൽ എലിഫന്റിന്റെ അകത്ത് 3, 3, 3, 6, 6, 2, 8, 8 into 2 പ്ലസ് 3, 2, 16 പ്ലസ് 3 19. സോ എത്ര ലെറ്റർ ഉണ്ടോ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഇൻറ്റു 2 പ്ലസ് 3. നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഇൻറ്റു 2 പ്ലസ് 3. അതായിരിക്കും കോഡ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വേണമെങ്കിൽ 19 എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് എത്താം. സോ ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും മാക്സിമം എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലെ അഭിപ്രായം കൂടി കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.